പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ, കോന്നിയിൽ എല്ലായിടത്തുമുള്ള അടി നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഇത് തൽക്കാലത്തേക്ക് അവരിപ്പോൾ ആ ഒരു കൂട്ടുകെട്ടിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന അടിപിടി അതിനപ്പുറത്തേക്ക് ഒരു കൊലപാതകം എന്നതിലേക്ക്, അതും പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കൊലപാതകം എന്ന നിലയിലേക്ക് കൗമാരക്കാരായ കുട്ടികൾ എത്തുമെന്ന് നമ്മൾ എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള ഒരാൾ പോലും വിചാരിച്ചിട്ടുണ്ടാകില്ല. പക്ഷേ അത് സംഭവിച്ചു കഴിഞ്ഞു. ഇനി സംഭവിക്കാനിരിക്കുന്നത് ഇതിലും വലിയ ദുരന്തമാണ്. അതുകൊണ്ട് ഒരു സമൂഹം ഒന്നായി ഇറങ്ങി നിന്ന് തടയേണ്ടത് കുട്ടികളിലെ അക്രമവാസനയാണ്. ആ അക്രമവാസനയിലേക്ക് അവരെ തള്ളിവിടുന്നതിൽ ലഹരിക്ക് പങ്കുണ്ട് എന്നതാണ് ഏറെക്കുറെ എല്ലാ പഠനങ്ങളും സൂചിപ്പിക്കുന്നത്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ ലഹരി അവരിലേക്ക് എത്തുന്നുണ്ട്. അത് ലഹരി വസ്തുക്കളുടെ ഉപയോഗമാകാം, അല്ലെങ്കിൽ അക്രമവാസന ഉണ്ടാക്കുന്ന കൂട്ടുകെട്ടുകളാകാം. ഈ അക്രമവാസന കാണിക്കുന്ന കുട്ടികൾ പിന്നീട് പോകാൻ പോകുന്നത് ഈ ലഹരി മാഫിയകളുടെ കയ്യിലേക്കാണ്, അവരുടെ കാരിയേഴ്സായി അല്ലെങ്കിൽ അവരുടെ ഭാഗമായിട്ടുള്ള ഗുണ്ടാ സംഘങ്ങളിലേക്കാണ്. ഇപ്പോൾ ആ വടിവാള് കൊണ്ട് ബർത്ത്ഡേ കേക്ക് വെട്ടിയ ദൃശ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരുന്നു. ഗുണ്ടാ നേതാവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, 2 ആഴ്ച മുൻപ് നടന്നതാണ്. അതിലെ ആഘോഷത്തിൽ പങ്കെടുത്ത കുട്ടികൾ 25 വയസ്സിന് കുട്ടികളെന്ന് പറയാം, 25 വയസ്സിന് താഴേക്കുള്ള യുവാക്കൾ, കൗമാരക്കാർ ഒക്കെ ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയധികം അവർ ആകർഷിക്കപ്പെടുകയാണ്. കൊലയോടുമുള്ള താല്പര്യം സ്വന്തം ജീവിതത്തിൽ അല്ലെങ്കിൽ തൻ്റെ മുന്നിൽ കാണുന്ന ഒരാളിൽ ആ പക തീർത്ത് കൊലപാതകത്തിലേക്ക് അല്ലെങ്കിൽ അത്രയും ക്രൂരമായ ആക്രമണത്തിലേക്ക് പോയി തന്നിലെ ഹീറോയെ ഉണർത്താൻ ശ്രമിക്കുന്ന കുട്ടികളായി നമ്മുടെ കുട്ടികൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്.